ഇന്ത്യയും അഫ്ഗാനും തമ്മിൽ ഒരു നല്ല സൗഹൃദ ബന്ധം ഉടലെടുക്കുന്നതിൻ്റെ ചില സൂചനകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഔദ്യോഗികമായി പറയുന്നു, ഞങ്ങൾ അഫ്ഗാനുമായി എന്ന് പറഞ്ഞാൽ താലിബാൻ ഭരണകൂടവുമായി ഒഫീഷ്യലി ചർച്ച നടത്തിയെന്ന്. അപ്പം താലിബാൻ്റെ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചുമതലയുള്ള അമീർ ഖാൻ മുത്താക്കി എന്ന് പറയുന്ന മന്ത്രിയുമായിട്ടാണ് എസ് ജയശങ്കർ കൂടിക്കാഴ്ച നടത്തിയത്. അത് ഫോൺ വഴിയാണ്. അപ്പോൾ നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ, ഒപ്പം തന്നെ ഭാവിയിലേക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ, അഫ്ഗാൻ്റെ ചില ആവശ്യങ്ങൾ, ഇതൊക്കെയാണ് ഞങ്ങൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഇത്രയും കാലം താലിബാൻ ഭരണകൂടത്തെ അംഗീകരിച്ചു എന്ന് പരസ്യമായി പറയാത്ത ഇന്ത്യ ഇപ്പോൾ നിലപാട് മാറ്റി. എന്തെങ്കിലും കാരണം ഉണ്ടാവില്ല അതിൽ? നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പൊതു വിദേശ നയം അല്ലെങ്കിൽ പൊതുവായി നമ്മൾ മറ്റു രാജ്യങ്ങളോട് സ്വീകരിക്കുന്ന ഒരു നിലപാട് അതൊരു ജനാധിപത്യ സംവിധാനത്തിന് അനുകൂലമായി നിലനിൽക്കുക എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഇന്ത്യ എടുക്കുന്ന നിലപാടുകൾ തീവ്രവാദത്തിനും ഭീകരവാദത്തിനും എതിരായിട്ടുള്ള നിലപാടുകൾ എപ്പോഴും നമ്മൾ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട്. അഫ്ഗാനിസ്ഥാൻ ഒരു ജനാധിപത്യ സംവിധാനത്തിലൂടെ പോയിരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ അടുത്ത സുഹൃത്തായിരുന്നു. അഫ്ഗാനിസ്ഥാൻ ഇന്ത്യക്കൊപ്പം പല കാര്യങ്ങളും നിലപാട് എടുത്തിരുന്നൊരു രാജ്യമാണ്. അടുത്ത കാലത്ത് അവിടെ ചില വിദേശ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ച് അഫ്ഗാനെ പോലെയുള്ള പല രാജ്യങ്ങളിലും തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയും ഒക്കെ കേന്ദ്രമായി മാറുകയും അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് താവളമായി മാറുകയും ചെയ്തിട്ടുള്ള ഒരു രാജ്യമാണ് അഫ്ഗാൻ. പക്ഷേ ഇപ്പോൾ അവർ കുറച്ചുകൂടി മാറി അവരുടെ ജനാധിപത്യ ക്രമത്തിലേക്കോ അതല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനത്തിലേക്കോ മാറുന്നു എന്നുള്ളതാണ്. ഏത് രാജ്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഇന്ത്യയുടെ ഒരു പൊതു നിലപാട് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളതും നമ്മൾ അനുഭവിച്ചിട്ടുള്ളതും, ഒരു രാജ്യം അവരുടെ ഭരണകൂടത്തെ ഔദ്യോഗികമായി അംഗീകരിച്ചാൽ ആ സംവിധാനത്തെ അംഗീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ പല സമയങ്ങളിലും അത് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ റഷ്യ പലപ്പോഴും വിഘടിച്ചു പോയിട്ടുള്ള സമയങ്ങളിൽ ആ വിഘടിച്ചു പോയ രാജ്യങ്ങളെ അംഗീകരിക്കുന്ന നിലപാട് നമുക്കുണ്ടായിട്ടുണ്ട്. ലോകം അംഗീകരിച്ചതുപോലെ തന്നെ ഇപ്പോൾ അഫ്ഗാനിസ്ഥാൻ എടുക്കുന്ന ഒരു നിലപാട് അവർക്ക് UN അംഗത്വം വേണം, അതല്ലെങ്കിൽ അവർ ഒരു ലോകക്രമത്തിൻ്റെ ഭാഗമായി മാറണം എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന ഭരണകൂടത്തെ ആ രാജ്യം അംഗീകരിച്ചാൽ, ഒരു അംഗീകരിക്കപ്പെട്ട സംവിധാനമാണ് ആ രാജ്യത്തുണ്ടാകുന്നതെങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നുള്ള നിലപാടാണ്. അതിപ്പോൾ താലിബാൻ ആ രാജ്യത്ത് ഭരണ സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി ആ രാജ്യത്തിൻ്റെ ജനാധിപത്യ ക്രമത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു എന്ന് വന്നാൽ തീവ്രവാദം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരാൾക്കും മനപരിവർത്തനത്തിനോ അല്ലെങ്കിൽ രാഷ്ട്രീയ പരിവർത്തനത്തിനുള്ള സാഹചര്യമുണ്ടല്ലോ, രാജ്യത്തെ സംബന്ധിച്ചും സംഘടനയെ സംബന്ധിച്ചും. അപ്പോൾ സ്വാഭാവികമായും അഫ്ഗാൻ്റെ നിലപാടുകൾ മാറുന്നു. അപ്പോൾ അഫ്ഗാൻ്റെ നിലപാടുകൾ കുറച്ചുകൂടി ഇന്ത്യക്ക് അനുകൂലമായി മാറുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പാകിസ്ഥാൻ പഹൽഗാം വിഷയമുണ്ടായതിനു ശേഷം നമ്മൾ തീവ്രവാദ ക്യാമ്പുകൾ ആക്രമിക്കാനുള്ള നടപടിയുമായി മുന്നോട്ട് പോയപ്പോൾ തുർക്കിയും ചൈനയും ഇന്ത്യക്കെതിരായ നിലപാട് സ്വീകരിച്ചു. ശക്തമായ നിലപാട് സ്വീകരിച്ചു. നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിൽ വലിയ പിന്തുണ പാകിസ്ഥാന് കൊടുത്ത് ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ, അതിനെ അംഗീകരിക്കുന്ന തരത്തിൽ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ തുർക്കിയും ചൈനയും എടുത്ത നിലപാട് പോലും അഫ്ഗാനിസ്ഥാൻ എടുത്തില്ല എന്നുള്ളതാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാന് വേണമെങ്കിൽ എടുക്കാമായിരുന്നു അങ്ങനെ ഒരു നിലപാട്. അവർ അങ്ങനെ പരസ്യമായ ഒരു നിലപാട് സ്വീകരിച്ചില്ല. അപ്പോൾ സ്വാഭാവികമായും ഒരു സുഹൃത്ത് രാജ്യം എന്നുള്ള നിലയിലേക്ക് വീണ്ടും അഫ്ഗാനിസ്ഥാൻ മാറുന്നു എന്നതാണ്. അതിൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ഇപ്പം പഹൽഗാം ആക്രമണത്തെ അപലപിച്ചുകൊണ്ട് ഇവർ രംഗത്തേക്ക് വരുന്നു. അപ്പോൾ നമ്മുടെ അടുത്ത് പറയുന്നു പാകിസ്ഥാൻ്റെ നിലപാടിനെ വിശ്വസിക്കരുത്, കാരണം ഇവർ തീവ്രവാദ നിലപാടുകളിൽ നിന്ന്, ഭീകരവാദ നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകില്ല, താൽക്കാലിക രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ അടിയറവ് പറഞ്ഞു എന്നൊക്കെ പറയുന്നു. മാത്രമല്ല, നിങ്ങൾ പാകിസ്ഥാനുമായിട്ടുള്ള ആക്രമണം തുടർന്നോളൂ, ഖൈബർ പഷ്തൂൺഖാ മേഖലയിലും അതുപോലെ തന്നെ ഈ പറയുന്ന പാകിസ്ഥാൻ ബലൂചിസ്ഥാൻ മേഖലയിലും ഞങ്ങൾ ആക്രമണം നടത്തിക്കൊള്ളാം. അപ്പോൾ ഈ ഖൈബർ പഷ്തൂൺഖാ മേഖലയിൽ താലിബാൻ്റെ തന്നെ ഒരു പ്രോക്സിയായ ലഷ്കർ തെഹ്രീക്ക് താലിബാനുണ്ട്. അപ്പോൾ അവരവിടെ ആക്രമണം നടത്തുന്നുണ്ട്. ഒപ്പം ഈ വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ ചില ഇടപെടൽ നമുക്കറിയാം. അഫ്ഗാനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ മുസ്ലിം മത നിയമങ്ങൾ അടിച്ചേൽപ്പിക്കുന്നു. ഇപ്പം പെൺകുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ പാടില്ല, അതുപോലെ സ്ത്രീകൾ ഒറ്റയ്ക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പാടില്ല, ഇങ്ങനെ പല നിയമങ്ങളുണ്ടെങ്കിലും നമ്മൾ അതിനെ തന്ത്രപൂർവ്വം കണ്ടില്ലെന്ന് അടിക്കുന്നു. അതൊരു നയതന്ത്ര ബന്ധത്തിൻ്റെ ഭാഗമാണ്. കാരണം നമ്മൾക്ക് അറിയാം, പാകിസ്ഥാനിൽ ഇപ്പോൾ തീവ്രവാദ കേന്ദ്രങ്ങളെ ആക്രമിച്ചുകൊണ്ടും അവശേഷിക്കുന്ന ഭീകരരെ ഒളിപ്പിക്കാൻ ഒരു പിന്നാമ്പുറം തേടി നടക്കുക. അതിന് ഏറ്റവും പറ്റിയ സ്ഥലം അഫ്ഗാനാണ്. അപ്പോൾ ഒരു കാരണവശാലും താലിബാൻ അവർക്ക് അനുകൂലമായി നിൽക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മളുമായിട്ടുള്ള ബന്ധം ദൃഢമാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഏതാണ്ട് 20 വർഷത്തോളം അഫ്ഗാനുമായിട്ട് നമുക്ക് നല്ല ബന്ധമുണ്ടായിരുന്നു. നമ്മളവിടെ അവർക്ക് പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. ഇന്ത്യ അഫ്ഗാൻ ഫ്രണ്ട്ഷിപ്പ് ഡാം എന്ന് പറഞ്ഞിട്ട് ഒരു അണക്കെട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട്. എന്തിന്, സ്കൂളും കോളേജും ഒക്കെ നിർമ്മിച്ചു. ഇപ്പോൾ അവരുടെ ആവശ്യം നമ്മൾ അവർക്ക് കുറച്ചുകൂടി ഈ വിസ അനുവദിച്ച് നൽകുക, മെഡിക്കൽ കാര്യങ്ങളിൽ സഹായം നൽകുക, മാത്രമല്ല ഭക്ഷ്യവസ്തുക്കളുടെ ചില ആവശ്യങ്ങളുണ്ട്, അത് അനുവദിച്ച് നൽകുക. ഇതൊക്കെ തന്നെ നമ്മളോട് പോസിറ്റീവായിട്ട് പറയുമ്പോൾ നമ്മൾ അതിനോട് പൂർണ്ണമായിട്ട് യോജിക്കുക. കാരണം ഒരു കാരണവശാലും ഇനി പാക് തീവ്രവാദത്തെ അഫ്ഗാൻ പിന്തുണയ്ക്കരുത്. ഇത് തന്നെയല്ലേ നമ്മുടെ ലക്ഷ്യവും. ഏതാണ്ട് സമാനമായ നിലപാട് നമ്മൾ അങ്ങേക്കറിയാം, ഓർമ്മയിലുണ്ടാകും, ശ്രീലങ്കയിൽ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ഒരു തമിഴ് വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട്
ഇന്ത്യക്കെതിരായി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തേക്ക് കൂടി ഒരു തീവ്രവാദമോ അല്ലെങ്കിൽ ഭീകരവാദമോ ഒക്കെ വന്നുകൊണ്ട് ഇപ്പോൾ രാജീവ് ഗാന്ധിക്ക് ജീവൻ നഷ്ടപ്പെട്ടതുപോലും ആ തരത്തിൽ നടന്നിട്ടുള്ള ചില നീക്കങ്ങളുടെയൊക്കെ ഭാഗമായിട്ട്. അപ്പോൾ അത് ശ്രീലങ്കയും ആ വിഷയത്തിൻ്റെ കെടുതികൾ അനുഭവിച്ചിട്ടുള്ള ഒരു രാജ്യമാണ്. പക്ഷേ ശ്രീലങ്കയുമായി നമ്മൾക്ക് ഉള്ള കാലാകാലങ്ങളായിട്ടുള്ള നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് ദൃഢമായിട്ടുള്ളൊരു ബന്ധമാണ് അയൽ രാജ്യം എന്നുള്ള നിലക്ക്. ഇന്ത്യയുടെ ഒരു ഭാഗമായി തന്നെയാണല്ലോ ശ്രീലങ്കയെ നമ്മൾ കടൽ ദൂരപരിധി വെച്ചുകൊണ്ട് നമ്മൾ കണക്കാക്കുന്നത് ഒരു ഏറ്റവും അടുത്ത സുഹൃത്ത് എന്നുള്ള നിലക്കാണ്. അപ്പോൾ അഫ്ഗാനിസ്ഥാനും ഏതാണ്ട് സമാനമായി അങ്ങ് സൂചിപ്പിച്ചതുപോലെ നമ്മളുടെ രാജ്യത്തിൻ്റെ ശക്തമായിട്ടുള്ള ഇടപെടലുകളും അവരുടെ വികസനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയിട്ടുള്ള സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷെ അവിടെ താലിബാൻ ഭരണകൂടം വന്നപ്പോഴാണെങ്കിലും അല്ലെങ്കിൽ ഭരണമാറ്റം ഉണ്ടായ സമയത്താണെങ്കിലും ഒക്കെ സാധാരണ ജനങ്ങളെ അത് ബാധിക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭരണം മാറുമ്പോൾ ഇപ്പോൾ ബംഗ്ലാദേശിൽ അതേ വിഷയങ്ങൾ തന്നെ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. അതായത് ഒരു ശക്തമായിട്ടുള്ള ഒരു തീവ്രവാദ സ്വഭാവമുള്ളൊരു ഭരണകൂടം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മതതീവ്രവാദ സ്വഭാവമുള്ളൊരു ഭരണകൂടം വരുമ്പോൾ അവർ ആ നിയമങ്ങൾ അടിച്ചേൽപ്പിച്ചുകൊണ്ട് സാധാരണക്കാരെ തടവറയിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഒരു ജനാധിപത്യ സംവിധാനത്തിന് പുറത്തു നിർത്താൻ വേണ്ടി ശ്രമിക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത് ഒരു ജനാധിപത്യ ക്രമത്തിന് നല്ലതല്ല എന്നുള്ളതാണ്. അപ്പോൾ പതുക്കെ ഒരു രാജ്യം അവരുടെ നിലവിലുണ്ടായിരുന്ന ഏതെങ്കിലും ഒരു സാമൂഹിക അന്തരീക്ഷത്തിൽ കഴിഞ്ഞാനിടാൻ ശ്രമിക്കുന്നതിന് പതുക്കെ മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളത് മാത്രമേ അതിനകത്തുള്ളൂ. അപ്പോൾ നമ്മളെടുക്കുന്ന ഒരു പൊതു നിലപാട്, നയതന്ത്ര രംഗത്ത് നമ്മളെടുത്തിട്ടുള്ള നിലപാട് പാകിസ്ഥാനെതിരെ എന്നുള്ളതിനേക്കാൾ അപ്പുറത്ത് ഭീകരവാദത്തിനെതിരെ എന്നുള്ളതാണ്. പാകിസ്ഥാനെതിരെ എന്നുള്ളത് നമ്മളിപ്പോഴും പറഞ്ഞിട്ടില്ല, നമ്മുടെ രാജ്യം ഒരിക്കലും പറഞ്ഞിട്ടില്ല. ഒരു പാകിസ്ഥാനെതിരായ യുദ്ധവും നമ്മൾ പ്രഖ്യാപിച്ചിട്ടില്ല. നമ്മളെടുത്ത നിലപാട് തീവ്രവാദത്തിനെതിരെയും ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാടാണ്. ആ നിലപാടിൽ ഭീകരവാദികളുടെ ഒരു സെക്കൻഡ് ഓപ്ഷനായി മറ്റൊരു രാജ്യം മാറുന്നത് ഗുണകരമല്ല എന്നുള്ളത്. അങ്ങ് സൂചിപ്പിച്ചതുപോലെ തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഭീകരവാദികൾ എവിടേക്കെങ്കിലും താവളം മാറ്റണമെന്ന് ആലോചിച്ചാൽ അത് നമ്മുടെ അയൽ രാജ്യങ്ങളാകാൻ പാടില്ല എന്നൊരു നയതന്ത്രം എടുക്കുന്നതിൽ തെറ്റില്ലല്ലോ. അതിലെന്താ തെറ്റുള്ളത്? അത് സ്വാഭാവികമായും നമ്മുടെ രാജ്യത്തിൻ്റെ താല്പര്യത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ അഫ്ഗാനിസ്ഥാനിലുണ്ടായിരുന്ന ഒരു രാഷ്ട്രീയ നിലപാടോ അവരുടെ തീവ്രവാദ നിലപാടുകൾ ഉള്ള സംഘടനകൾ അല്ലെങ്കിൽ ആ തരത്തിലുള്ള സംഘടനകൾക്ക് സ്വാധീനമുണ്ടായിരുന്നതൊക്കെ മാറി വന്ന് അവരൊരു നല്ല അയൽ രാജ്യമായി മാറുന്നതിൽ തെറ്റില്ല. അതിനെ സഹായിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ സാധാരണക്കാർക്ക് ഗുണം കിട്ടുന്ന വികസന പദ്ധതികൾ അല്ലെങ്കിൽ ആ രാജ്യത്തിൻ്റെ പൊതുവായിട്ടുള്ള വികസനത്തിന് നമ്മുടെ രാജ്യത്ത് കൂടി ഒരു ബിസിനസ് പങ്കാളിത്തത്തിനുള്ള സാധ്യത ഉണ്ടാകുമെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റുകൾ അവരുമായി ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുമെങ്കിൽ, അതെല്ലാം ഒരു അയൽ രാജ്യം എന്നുള്ള നിലക്കും പ്രത്യേകിച്ചൊരു സൗത്ത് ഏഷ്യൻ കൺട്രി എന്നുള്ള നിലക്കും നമ്മളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടൊരു ബന്ധം തന്നെയാണ്. അതിന് തർക്കമൊന്നുമില്ല. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ റോഡ് മാർഗം അഫ്ഗാൻകാർക്ക് ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ പാകിസ്ഥാൻ വഴി വരണം. അപ്പോൾ നിലവിൽ നമ്മൾ ഈ പാകിസ്ഥാൻ്റെ ബോർഡറുകളെല്ലാം അടച്ചു, അവരുമായിട്ടുള്ള ട്രേഡ് ബന്ധങ്ങളൊക്കെ അവസാനിപ്പിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇറാനിലെ ചാബഹാർ തുറമുഖവുമായിട്ട് നമുക്കുള്ള ബന്ധം നമ്മളാണത് മുന്നോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഈ ചാബഹാർ തുറമുഖവും അഫ്ഗാനും ഉപയോഗപ്പെടും. അപ്പോൾ ട്രേഡിന് വലിയ സഹായമുണ്ട്. മാത്രമല്ല നമുക്ക് സെൻട്രൽ ഏഷ്യയിലേക്ക് കിടക്കണം. ഒരു മാനുഫാക്ചറിങ് ഹബ് എന്ന നിലയിൽ ഇന്ത്യ വളരുമ്പോൾ സെൻട്രൽ ഏഷ്യയിലെ മിനറൽസും മെറ്റൽസും ഒക്കെ നമുക്ക് ആവശ്യമാണ്. അവിടെയും ഈ അഫ്ഗാനുമായിട്ട് ചേർന്ന് നമ്മൾ പുതിയ ഹൈവേ നിർമ്മിക്കുക, പുതിയ പാത ഒരുക്കുക, ഇതൊക്കെ ചെയ്യുന്നത് നമുക്ക് പ്രയോജനമാണ്. അപ്പോൾ പാകിസ്ഥാനെതിരായിട്ടുള്ള നിലപാടിൽ അഫ്ഗാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ ഒരു കാലത്ത് പാകിസ്ഥാനാണ് അഫ്ഗാന് അല്ലെങ്കിൽ താലിബാൻ തീവ്രവാദികൾക്ക് ആയുധവും പണമൊക്കെ നൽകിയത്. ഇപ്പം നേരെ അവർ തിരിഞ്ഞിരിക്കുകയാണ്. ഈ തിരിഞ്ഞിരിക്കുന്നത് ഇനി ഒരിക്കലും അടുക്കരുതെന്ന് നമ്മൾ കൃത്യമായിട്ട് ധാരണയുണ്ട്. അതുകൊണ്ടാണ് 30-35 വർഷത്തോളം വിദേശകാര്യ IFS ഉദ്യോഗസ്ഥനായ ജയശങ്കർ വിദേശകാര്യ മന്ത്രിയായിരുന്നു വന്നപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ നയതന്ത്രത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അഫ്ഗാൻ അല്ലെങ്കിൽ താലിബാൻ ഭരണകൂടത്തെ നമ്മളും ഏതാണ്ട് അംഗീകരിച്ചു. മുമ്പ് റഷ്യ അംഗീകരിച്ചിരുന്നു. ഇനി ഇവരുടെ ആവശ്യം ലോകരാജ്യങ്ങൾ അംഗീകരിക്കുക, UN അംഗീകരിക്കുക, ആ തലത്തിലേക്ക് നീങ്ങട്ടല്ലേ കാര്യങ്ങളൊക്കെ. അല്ല, പൊതുവിൽ അഫ്ഗാനിസ്ഥാനിൽ രാഷ്ട്രീയ സാഹചര്യം മാറുന്നു. അവരുടെ പൊതുസമൂഹത്തോടുള്ള ഒരു കാഴ്ചപ്പാടിൽ മാറ്റം വരണം. ആ മാറ്റം പൊതുസമൂഹത്തിന് ഗുണം ചെയ്യും. അത് നമ്മുടെ ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ ട്രേഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാത്രം ഉണ്ടാകുന്നില്ല. നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ഒരു ഏഷ്യൻ രാജ്യം അവർ ഒരു ജനാധിപത്യ ക്രമത്തിലേക്കും പതുക്കെ ഒരു പൊതുസമൂഹത്തിൻ്റെ ഭാഗമായിട്ട് മാറുക, ലോകക്രമത്തിൻ്റെ ഭാഗമായി മാറുക എന്നുള്ളതാണ്. നേരത്തെ അഫ്ഗാൻ ലോകക്രമത്തിൻ്റെ ഭാഗമായിരുന്നു. അതിൽ നിന്ന് തീവ്രവാദികളുടെ പിടിയിലേക്കും ഭീകരവാദികളുടെ പിടിയിലേക്കും പോയപ്പോഴാണ് ആ രാജ്യത്തിന് പിന്നോട്ട് പോകുന്ന സാഹചര്യമുണ്ട്. അപ്പോൾ ഒരു രാജ്യം തകരുക എന്നുള്ളതല്ലല്ലോ, ഒരു രാജ്യത്തെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള നമ്മുടെ വിശാലമായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. അത് ഗുണകരമാകുന്നത് അത് അടുത്ത സുഹൃത്തായി മാറുന്നതിൽ തെറ്റൊന്നുമില്ല. അത് ഭരണകൂടത്തിന് ചേഞ്ച് ഉണ്ടാകും, പക്ഷെ രാജ്യത്തിന് ചേഞ്ച് ഉണ്ടാകാൻ പാടില്ല. വികസനം ഉണ്ടാകണം, ആ രാജ്യം മുന്നോട്ട് വരണം. അതിൻ്റെ ഗുണം എല്ലാ രാജ്യങ്ങൾക്കും ഉണ്ടാകും. നമ്മുടെ രാജ്യം അതിൻ്റെ ഭാഗമായി മാറണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.